Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Amen. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം വന്നതല്ല, കർത്താവ് നമ്മെ കൊണ്ടുവന്നത്. എത്ര പേർ തകർന്നു പോയ സ്ഥാനത്ത് ഹല്ലേലൂയ ആമേൻ ദൈവം നമ്മെ നടത്തിയ വഴികളെ ഓർത്ത് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. എത്ര തന്നെ കർത്താവിനെ സ്നേഹിച്ചാലും നമ്മെ മതി വരത്തില്ല. കാരണം ഹല്ലേലൂയ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പല പരാജയങ്ങളിലൂടെ പലരും കടന്നു പോകുമ്പോൾ നാം അറിയാതെ നമ്മെ സ്നേഹിക്കുന്ന നല്ല കരങ്ങൾക്കായി നന്ദി പറയാം. ഇന്ന് പകൽക്കാലം കർത്താവിനോട് സംസാരിച്ചത് ഫിലിപ്പിയർ 1:4 പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം ചില നല്ല പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുക. ഹല്ലേലൂയ. അത് ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മനുഷ്യനല്ലേ ആരംഭിച്ചത്, അത് കർത്താവത്രേ ആരംഭിച്ചത്. ഹല്ലേലൂയ. ആരംഭിച്ചിട്ട് അനേകർ പുറകോട്ട് പോകുമ്പോ, പരാജയപ്പെട്ടു പോകുമ്പോ, തകർന്നു പോകുമ്പോ ഹല്ലേലൂയ കർത്താവ് പറയുന്നു, ഇന്ന് പകൽ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ, കുടുംബങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ, സഭയിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ ഇവിടെ കൊണ്ട് തീരുകയല്ല, തുടങ്ങിയതേ ഉള്ളൂ. ശുശ്രൂഷ തുടങ്ങിയതേ ഉള്ളൂ. ആരാധന തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വർഷിപ്പ് തുടങ്ങിയതേ ഉള്ളൂ. പ്രാർത്ഥന തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൂത് തുടങ്ങിയതേ ഉള്ളൂ. പ്രവചന ശബ്ദം നിങ്ങൾ കേട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ നാളെന്ന് പറയുമ്പോൾ ഒന്നേ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ഇതാ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആർക്കും ഒതുക്കുവാൻ പറ്റത്തില്ല, ആർക്കും തകർക്കുവാൻ പറ്റത്തില്ല, ഒരു ശക്തിക്ക് നമ്മെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ തീപ്പന്തങ്ങളെ പോലെ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ കത്തിക്കാൻ പോകില്ല. ഹല്ലേലൂയ. എത്രയോ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നു. യേശുവേ, ഈ ഒരു ആയുസ്സേ ഉള്ളൂ. അത് കർത്താവിന് വേണ്ടി ചോദിക്കണം, അത് കർത്താവിന് വേണ്ടി കത്തണം, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കണം. അതാകുന്നു ദൈവസഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തുടർച്ചയായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമായിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാവ് 10:17 ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിന്റെ വെളിച്ചം ഒരു തീയായി, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പരക്കാരെയും ദഹിപ്പിച്ച് കളയും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുക, അവന്റെ മഹത്വം ഇസ്രായേലിന്റെ വെളിച്ചം തീയായി വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ദൈവം വെളിച്ചമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരും വെളിച്ചമായി ശോഭിപ്പാൻ പോവുക. ഹല്ലേലൂയ. എത്ര തന്നെ പ്രശ്നങ്ങളെ നടത്തി തകർന്നു പോയി, പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാലും ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. കാരണം വെളിച്ചത്തിന്റെ മക്കളാണ് നമ്മൾ. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായി, ഹല്ലേലൂയ, അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി. ഹല്ലേലൂയ. തീയെയും തീ ജ്വാലയും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. കണ്ടിന്യൂ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. തീ എന്ന് പറയുമ്പോൾ വെളിച്ചത്തെ കൊണ്ടുവരുന്നതാ, അശുദ്ധിയെ കത്തിച്ചു കളയുന്നതാ. ഹല്ലേലൂയ. ശോഭയുള്ളതാ. ഹല്ലേലൂയ. വേഗാത്തതിനെ വേവിക്കുന്നതാ, കത്തിക്കേണ്ടതിനെ കത്തിക്കുന്നതാ. ഹല്ലേലൂയ. ചൂടുള്ളതാ. തണുത്ത അവസ്ഥയല്ല സഭയ്ക്ക് വേണ്ടിയത്. ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവവേദനെ എപ്പോഴും ദൈവീയ വിഷയമായി ചൂടുള്ള ഒരു വ്യക്തിയായി മാറണം. ആരാധനയെന്ന് കേൾക്കുമ്പോ, പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങൾക്കും ചൂടോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം തീയായി, ഹല്ലേലൂയ, അഗ്നിജ്വാലയായി. അവിടെ രണ്ട് കാര്യം സംഭവിക്കും. മുള്ളും പരക്കാരെയും കത്തിപ്പോകും. നിന്റെ ജീവിതത്തിന്റെ പിന്തുണ പുറകോട്ട് വലിക്കുന്ന ചില പോരാട്ടങ്ങളില്, ഹല്ലേലൂയ, വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങളില്, മുള്ളുപോലെ നിന്റെ വിറകിൽ നിന്ന് കുത്തുന്ന ഹല്ലേലൂയ വിഷയങ്ങളില് ഇന്ന് പകൽ ആത്മാവ് സഭയോട് പറയുന്നു, അതെല്ലാം കത്തിപ്പോകും. തീയുടെ മുമ്പിൽ നിൽക്കത്തില്ല. കുഞ്ഞെ, നീ ഒരു തീയായി ശോഭിക്കാൻ തുടങ്ങിയാൽ മതി. നിന്റെ പ്രതികൂലത്തെ കത്തിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധൻ നിന്റെ മേൽ വാഴാൻ തുടങ്ങും. രോഗമാണോ നിന്റെ മുള്ള്? ഹല്ലേലൂയ. ജോലിയില്ലായ്മയാണോ? കടബാധ്യതകളാണോ? ഉറ്റപ്പെടലുകളാണോ? മാനസികമായി
സഭയ്ക്കെതിരായി, കുടുംബങ്ങൾക്കെതിരായി, തലമുറകൾക്കെതിരായി, ആത്മീയ ജീവിതങ്ങൾക്കെതിരായി, ജോലിക്കെതിരായി, ഭാവി ഭദ്രതയ്ക്കെതിരായി വെല്ലുവിളിക്കുന്ന ചില മുതുകളില്ലേ, അതിന്ന് പകൽക്കാലം ആത്മാവിന്റെ തീയുടെ മുന്നിൽ കത്തുകയാണ്. അത് വരുന്ന ദിവസങ്ങൾ സഭ കാണോ. ആർക്കും പരിഹരിക്കാൻ പറ്റാത്തത്, ഒരാൾക്കും അവസാനിക്കാത്ത വിഷയത്തിന് ആത്മാവ് ചില വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തും. കത്തിച്ചാൽ ആ മുള്ളു പിന്നെ അവിടെ കാണത്തില്ല, ആ പറക്കാൻ അവിടെ കാണത്തില്ല, അത് പ്രകാശം എവിടെ അടിക്കുമോ അവിടെ ഇരുട്ട് കാണത്തില്ല. അവിടെ പിശാചിന് നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷിപ്പാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ സ്വർഗം ഇന്നും പകൽ പറയുന്നു, അതിനകത്തൊരു തീ വെളിപ്പെടാൻ പോവുക. അവരുടെ വിഷയത്തിനകത്തൊരു തീ വെളിപ്പെടാൻ പോവുക. നിന്റെ ജോലി നിനക്ക് സന്തോഷിപ്പാൻ പറ്റുന്നില്ലേ, സ്വർഗം പറയുന്നു അന്നാവിന്റെ തീ. ശുശ്രൂഷകർക്ക് ശോഭിപ്പാൻ പറ്റുന്നില്ലോ, അന്നാവിന്റെ തീ നിന്റെ പ്രകാശമായി പുറത്തു കൊണ്ടുവരൂ. അന്നാവ് പറയുന്നു, അമ്മേ ഇസ്രായേലിന്റെ പരിശുദ്ധം കത്തിപ്പിക്കുകയാണ്. നീയല്ല, നിന്റെ ബന്ധുക്കളല്ല, ദൈവസഭയെ നിന്നെ ഒഴിവാക്കിയ ദൈവം പറയുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധം കത്തിക്കൂ. അവയറിയാത്തൊരു പന്തമായി ഓരോ വ്യക്തികളുടെ മേലോ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുവാനിടയായി തീരും. ഇസ്രായേലിന്റെ പരിശുദ്ധം കത്തിച്ചാല് അത് ദഹിപ്പിച്ചു കളയും, ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയായി. കാരണം നീ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ്. ദൈവത്തിന് വേണ്ടി ശോഭിക്കുമ്പോ, ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോ നിനക്കെതിരായി വരുന്ന സകല പ്രതികൂലങ്ങളെയോ വചനം പറയുന്നു, അതിനെ ദഹിപ്പിച്ചു കളയോ. വ്യക്തിയിലൂടെ വന്ന പോരാട്ടമാണോ, നിയമങ്ങളിലൂടെ വന്ന പ്രശ്നങ്ങളാണോ? സ്വർഗം പറയുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധ ദഹിപ്പിച്ചു കളഞ്ഞാൽ അവിടെ അത് തിന്നെ കാണത്തില്ല. ഇന്ന് പകൽ ചിലത് ദഹിച്ചു പോകും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നു? നാം അറിയാതെ നമ്മെ ബന്ധിച്ച ചില പോരാട്ടങ്ങളുണ്ട്. അത് ആത്മാവിന്ന് പകൽക്കാലം ദഹിപ്പിക്കട്ടെ. ഏൽപ്പിച്ചു കൊടുക്കേ വിഷയത്തെ ദൈവകേൽപ്പിച്ച് വിളിച്ചു പറ, കർത്താവ് വിഷയത്തിനകത്ത് നാം ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ വെളിച്ചോ തീയായി അഗ്നിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. എത്ര പേർക്ക് പറയാൻ പറ്റും? നാളുകളെ കേട്ട വാക്തത്വങ്ങൾ പലരില്ലേ, അത് നിവർത്തി വന്ന് തിരുത്താൻ വിടാതാണോ പിശാച് മൂടി വെച്ചിരിക്കുകയല്ലേ? ഇന്ന് പകൽ ഇസ്രായേലിന്റെ പരിശുദ്ധ തീയായി ചിലതിനെ ദഹിപ്പിച്ചിട്ട് പൊന്നുപോലെ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുവാനിടയാക്കി. പറയുന്നു, യഹോവയായ ഞാൻ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. അമ്മേ, നിന്നെ വിളിച്ചതാരാ? അമ്മേ, നീതിമാനായ ദൈവം. ഈ ദിവസങ്ങളിൽ സ്ഥാനത്താക്കിയത് ആരാ? നീതിമാനായ ദൈവം. മനുഷ്യനാണ് നിന്നെ വിളിച്ചതെങ്കിൽ, മനുഷ്യനാണ് നിനക്കൊരു നന്മ തന്നതെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ ചില സമയങ്ങളിൽ ആ കൈമാറ്റാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നീട്ടിയ കൈകൾ കുറുകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാവ് 42:7 പറയുന്നു, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ കാക്കുവാൻ, കൈക്ക് പിടിച്ച് നടത്തുവാൻ. ഒരമ്മ തന്റെ കുഞ്ഞിനെ, ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ പ്രതികൂലത്തിന്റെ വേടുകളിൽ, വേദനയുടെ വേടുകളിൽ മുമ്പോട്ട് പോകാൻ പഴുതുകളില്ലാതെ വഴികൾ അടയുമ്പോ സ്വർഗം നിന്നെ നോക്കി പറയുന്നു, നിന്റെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരപ്പ. കൈക്ക് പിടിച്ചാൽ സുരക്ഷിതത്വം ഉറപ്പാ. ഏതൊക്കെ മേഖലകളിൽ സുരക്ഷിതത്വമില്ല എന്ന്, ഏതൊക്കെ വിഷയങ്ങൾ
നിങ്ങളെ നോക്കി പുത്തൻ വിധി എഴുതിയാലും സ്വർഗം പറയുന്നു ഞാൻ നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നടത്തിയ അതിനെല്ലാം പരിമിതികളുണ്ട്. പക്ഷെ സ്വർഗം നിന്റെ കരത്തെ പിടിച്ച് നടത്തിയ, നിന്റെ തലമുറയുടെ കരത്തെ പിടിച്ച അവൻ ലക്ഷ്യത്തിൽ എത്തിച്ചിരിക്കും. വഴി വിട്ടേച്ചവൻ പോകത്തില്ല. മനുഷ്യർ അവനെ ഒരുമിച്ച് യാത്രകൾ ആരംഭിച്ചിട്ട് പലരും വിട്ടേച്ചു പോകും. സ്വർഗം നിന്നെ വിട്ടേച്ചു പോകത്തില്ല. അവൻ നിന്റെ കൈക്ക് പിടിച്ചാലുണ്ടല്ലോ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും അവരെ സഹകുടുംബങ്ങളെയും അവരെ കരങ്ങളെ പിടിച്ചുകൊണ്ട് സ്വർഗം നടത്തുവാനിടയായി തീരും. അവന്റെ കരുതൽ എത്രയോ എങ്ങനെ നടത്തും, നാളെ എങ്ങനെ, എന്റെ കുഞ്ഞിന്റെ കാര്യം എങ്ങനെ, എന്റെ വീട്ടിലെ വിഷയം എങ്ങനെ, എന്റെ ശരീരസ്ഥിതി എങ്ങനെ, എന്റെ കുഞ്ഞിന്റെ ഭാവി എങ്ങനെ, അവന്റെ ഭവനത്തിന്റെ അവസ്ഥ എങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വർഗം നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. അവൻ നിന്നെ നടത്തുന്നത് സമൂഹം കാണും. നിന്റെ കുഞ്ഞിനെ നടത്തുന്നത് കുടുംബക്കാരറിയോ? കഴിഞ്ഞ ആഴ്ച പത്താം പറഞ്ഞതുപോലെ ഈ മാർച്ച് മാസം അവൻ മാർച്ച് ചെയ്ത് മുമ്പോട്ടാ, ഒരിക്കലും പുറകോട്ടല്ല. ആരൊക്കെ തന്നെ എവിടെയൊക്കെ തന്നെ പിശാച് പുറകോട്ട് വലിച്ചാലോ പുറകോട്ട് പോകാൻ പദ്ധതിയില്ല. മുമ്പോട്ട് പോയിക്കൊണ്ടായിരിക്കും. ആ ഉദരമായി അവൻ സഭ മുമ്പോട്ട് ഗമിച്ചുകൊണ്ടായിരിക്കും. ദൈവം കൈക്ക് പിടിച്ച് നടത്തിയാലുണ്ടല്ലോ അവിടെ പറയുക, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഹല്ലേലൂയ. അതാ ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ജാതികളുടെ ഒരു പ്രകാശമാക്കി മാറ്റും. മനുഷ്യന്റെയും ഹല്ലേലൂയ നിയമമല്ലാതെ നടക്കാൻ പോകുന്നത് ദൈവത്തിന്റെ നിയമം നിനക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. മനുഷ്യന്റെ കരങ്ങൾ എന്തൊക്കെ തന്നെ രേഖ കുറിച്ചു വെച്ചാലും ആ നിയമങ്ങളെ കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പ്രകാശമായ പറയുന്നു നിനക്ക് വേണ്ടി നിയമാനുകൂലമാകും. നിയമങ്ങൾ തിരുത്തിയ പുസ്തകമല്ലേ? കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചിട്ട് വെളുപ്പില് അവൻ കർത്താവേ എന്നും നിരാശയുടെ ശബ്ദമാണോ, ഇന്നൊരു നല്ല ശബ്ദം തരുമോ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോ ഹല്ലേലൂയ ദൈവ ശബ്ദം നേരിട്ട് കേൾക്കാനിടയായി. അവയെ ചിലർ സന്തോഷിക്കാൻ പോവുകയാണ്, തുള്ളിച്ചാടി ആനന്ദിക്കാൻ പോവുക, ചില പേപ്പർ വർക്കിലൊക്കെ ആകാൻ പോവുക, അവയെ ചില PR-കൾ ശരിയാകാൻ പോവുക. അതിന്റെ പിറ്റേയും തിങ്കൾ അത് കാണുന്നെങ്കിൽ അതിന്റെ അടുത്തടുത്ത ദിവസങ്ങൾ ഗുഡ് ന്യൂസുകൾ ദൈവത്തിൽ തരാനിടയായി. ഇത്ര പ്രതികൂലങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ വന്നെങ്കിലോ അതിന്റെ നടുവിലും ചില നല്ല വാർത്തകൾ കേൾക്കാനിടയായി. പ്രാർത്ഥിക്കുന്ന ദൈവമേ നിന്നെ ഒരു പ്രകാശമാക്കി വച്ചിരിക്കുന്നത്. നിയമങ്ങളുടെ പുറകെ നീ പോകാതെ, മനുഷ്യന്റെ പുറകെ നീ പോകാതെ, നീ മുട്ടും മടക്കേണ്ടതിനോട് മുട്ടും മടക്കിയിട്ട് വിശ്വാസത്തോടെ സ്റ്റെപ്പ് പോയി നിന്റെ വിഷയത്തിന്റെ അകത്ത് കൂടുതൽ കണ്ടിരിക്കും. ഇന്ന് പല നിരാശപ്പെട്ടിരിക്കണ്ട. നിനക്ക് നിയമം പ്രതികൂലമായി കൊണ്ടുവന്നവനെയും ഉരുവാക്കിയവനാ നിന്റെ ഉള്ളിനകത്തിരിക്കുന്നത്. ആ മകത്വം നീ മറന്നു പോകരുത്. നിനക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ തലമുറയ്ക്കോ ഒരത്ഭുതം ചെയ്യണമെങ്കിൽ ആ കർത്താവിന്റെ കരം വെളിപ്പെട്ടിരിക്കോ, ജാതികൾക്ക് നിന്നെ ഒരു പ്രകാശമായി മാറ്റിയിരിക്കോ. നീ പ്രാർത്ഥിക്കുന്ന ദൈവമേതരൊന്നും നിന്നോടുകൂടെ ദൈവം ഉണ്ടെന്നോ നിന്റെ ഓഫീസിനകത്ത് ദൈവം തെളിയിക്കാനാ നിന്നെ കടത്തിവിടുന്നത്. നീ ഒരു പ്രകാശമായി മാറും. നിന്റെ കുടുംബത്തിനകത്ത് പ്രകാശമായി മാറും. പ്രാർത്ഥിക്കുന്ന മാതാവേ നിന്നെ നോക്കി പറയോ, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അമ്മേ എന്നെയും നീ സ്ഥാനത്ത് ദൈവം കൊണ്ടുപോകുന്നത്. തലമുറകൾ നിങ്ങളെ കുറിച്ച് പ്രകാശം പരത്താൻ പോകുക, ഗുഡ് ന്യൂസ് പരത്താൻ പോകുക. അതിനെത്ര പേർ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ പ്രകാശത്തിലേക്ക് നിങ്ങളുടെ തലമുറകളും വരാൻ പോകുക. ഞാൻ നിന്നെ ഒരു പ്രകാശമാക്കും. ഇന്ന് വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കാതെ പ്രകാശമായവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യ വെളിപ്പെടാൻ പോകുക. യേശു നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ചില ദൈവ പ്രവർത്തികൾ നിങ്ങൾ അനുഭവിക്കും. ഇന്ന് പകൽ ചോരയുടെ ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന കുടുംബത്തോട് ആത്മാവ് ഇന്ന് പകൽ പറയും,
എന്ത് നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി മാനിച്ചതുപോലെ ദൈവം ചില തിരിച്ചു തന്നു മാനിക്കും. തകർന്നു പോകാൻ സ്വർഗം ഇനി അനുവദിക്കത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് മാറ്റം വരും. നാളത്തെ കാര്യം എങ്ങനെയാണ് എന്നോർത്ത് ഭാരപ്പെട്ടുകൊണ്ടായിരുന്നു പകലിനകത്ത് വന്ന പ്രിയ കുടുംബം. സ്വർഗം നിങ്ങളെ നോക്കി പറയുന്നു, ഇന്നലകളെ അറിഞ്ഞവൻ, നിന്റെ ഇന്നത്തെ അവസ്ഥ അറിയുന്ന ദൈവം നാളെ നിന്നെ പുലർത്തുവാൻ യേശു മതിയായവൻ. വിശേഷമായ ദൈവപ്രവൃത്തികൾ ദൈവം വെളിപ്പെടും. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വീണ്ടും ഏൽപ്പിച്ചു കൊടുത്ത് മുന്നേറാൻ ആത്മാവ് ആലോചന പറയുന്നു. ഒതുങ്ങിയിരിക്കുവാനല്ല, പ്രകാശിക്കാനാ ദൈവം തിരഞ്ഞെടുത്തത്. എവിടെയൊക്കെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി, സ്വർഗം പറയുന്നു ആ പ്രകാശത്തിലേക്ക് മടങ്ങി വരണം. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ചിലത് സംഭവിക്കുമ്പോ എന്തിനായെന്ന് ചോദിച്ച് പുറകോട്ടല്ല, ഒരു പടിയുടെ മുമ്പോട്ട്. ഇന്ന് പകൽ മുമ്പോട്ട് മുന്നേറാൻ തീയമേ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലിയെല്ലാം തിരിച്ചു തരും. ചില പുതിയ ഉറവുകളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ശത്രു അടച്ചു വെച്ച ചില വാതിലുകളുണ്ട്, ചില പേപ്പർ വർക്കുകളുണ്ട്. അത് ദിവസങ്ങൾ സ്വർഗം വെളിച്ചത്ത് കൊണ്ടുവരും. ദൈവം നിനക്ക് മഹത്വമായി ഇറങ്ങും. ദൈവം നിനക്ക് തീച്ചോലയായി ഇറങ്ങും. മുള്ളും പറക്കാരെ കത്തിച്ചു കളയൂ. അസാധ്യതകളെ സാധ്യമാക്കി തരൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ സഭ എഴുന്നേറ്റ് നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എന്നെ ഒരു പ്രകാശമാക്കി വച്ചിരിക്കാൻ നന്ദി. ഞാൻ അണയാനല്ല പ്ലാന്, കത്താനാണ് പ്ലാന്. ആത്മാവിന്റെ ഇഷ്ടത്തിൽ ഞാൻ കത്താൻ പോകുക. ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ. തീച്ചോലയായി ദിവസങ്ങൾ കത്തുന്ന ഒരു ദീപമായി നിന്റെ കുടുംബത്തെ സ്വർഗം തീർക്കും. ഒത്തിരി ചിന്തകളോടെ വന്ന് തിരിയിട്ടുമുണ്ട്. പരിശുദ്ധ നല്ല പിതാവേ, സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വമായ ദൈവം, മഹത്വത്തിന്റെ തീയായ ദൈവം, ജോലിയായി ഈ മക്കളുടെ മേൽ ഇറങ്ങുന്നുണ്ട്. നന്ദി. ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലത്തിന്റെ മേൽ ചില ദൈവ പ്രവർത്തികൾ അയച്ചതിനായി സ്തോത്രം. ഇപ്പോ തന്നെ ദുർഘടങ്ങളെ നിരപ്പാക്കിക്കൊണ്ട്, പ്രക്കാതികളെ തകർത്തുകൊണ്ട് എന്റെ മക്കളുടെ മുമ്പിൽ വെളിപ്പെടേണ്ട ദൈവ സാന്നിധ്യം ചില വിഷയങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് സന്തോഷിക്കുന്ന നാളുകളായി മാറട്ടെ. എന്തൊക്കെ വിഷയങ്ങളെ തകഞ്ഞു വെച്ചോ പിശാച്, ആ മേഖലയ്ക്കൊക്കെ തന്മന്റെ തീ വെളിപ്പെട്ടു തുടങ്ങിയതിനായി നന്ദി. സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിനായി നന്ദി. നിത്യതയുടെ മുതലുകളായി ശോഭിപ്പാൻ ഇവിടെയും നിത്യതയിലും തടത്തുകളായി കാന്തനായ കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്ന നാളുകളായി മാറട്ടെ. ജനിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വഴിമാറട്ടെ. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. തിരികരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.